സാബിറ മാം, ശ്രീ ജമാൽ മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ, നമ്മളുടെ ഈ ഒരു കോഴ്സിൽ ഇത്രയും നാൾ നിങ്ങൾ തിയറിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ചെറിയ മക്കളെ സംബന്ധിച്ച് അവർ ഈ ബോർഡിലും എല്ലാം കാര്യങ്ങൾ എഴുതി പഠിക്കുന്നതിനേക്കാളും തൊട്ടും അല്ലേ അറിഞ്ഞും പഠിക്കുക എന്നുള്ളതാണ്. അവരെ ഒരു ഇൻട്രസ്റ്റിംഗ് ലെവലിലേക്ക് അവർക്ക് ഓരോ കാര്യങ്ങൾ അറിയാനുള്ള അവരുടെ ലേണിംഗ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒബ്ജക്റ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു പഠനമാണ് മോണ്ടിസറി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് മോണ്ടിസോറി ട്രെയിനർ സാബിറ ബാനു മാമാണ്. മാമിനെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഇതുവരെ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് നമ്മൾ മോണ്ടിസോറി തിയറി ക്ലാസ്സാണ് ഇതുവരെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ മോണ്ടിസോറി പ്രാക്ടിക്കൽ ലാബിൻ്റെ ക്ലാസ്സാണ് ഇനി മുതൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഹായ് ടീച്ചേഴ്സ്, ഭാവിയിലെ ടീച്ചേഴ്സ് എന്ന് തന്നെ പറയാം അല്ലേ? ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർജിച്ചെടുക്കേണ്ട ക്വാളിറ്റിയാണ് നിങ്ങൾ ഈ ഒരു കാലയളവിൽ നേടിയെടുക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടൊരു ക്വാളിറ്റി എന്താണെന്നുള്ളത് അറിയാം. എന്താ ഒരു ടീച്ചർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ക്വാളിറ്റി? കോൺഫിഡൻസ് വേണം. കൂടാതെ ക്ഷമ അല്ലേ? നമുക്ക് ക്ഷമ വേണം, കോൺഫിഡൻസ് വേണം. കൂടാതെ നമ്മളെന്താണ് ഒരു അറിവിൽ എപ്പോഴും ഗ്രോവിങ് പേഴ്സണാണ്. നമ്മൾ അറിവ് നിൽക്കുന്നില്ല, നമ്മൾ പുതിയ കാര്യങ്ങൾ പുതിയതായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മൾ അറിഞ്ഞതിനേക്കാളും എത്രയോ കൂടുതൽ നമ്മൾ അറിയാനിരിക്കുന്നുണ്ട്. നമ്മളെ മുമ്പിലേക്ക് വരുന്ന കുഞ്ഞു മക്കൾക്ക് നമ്മളെക്കാളും കൂടുതൽ അറിവുണ്ടായിരിക്കും. അപ്പോൾ ഒരു ടീച്ചർ എപ്പോഴും ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. കൃത്യമായിട്ട് നമ്മുടെ അറിവുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മോണ്ടിസോറി തിയറി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ മോണ്ടിസോറി തിയറിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് പ്രാക്ടിക്കൽ. ഇപ്പോൾ നമുക്ക് ഒത്തിരി പ്രാക്ടിക്കൽസ് ഇവിടെ ഉണ്ട്, ഇതൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. ഓരോ ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. 5 ഏരിയയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഫസ്റ്റ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, ദെൻ സെൻസോറിയൽ ഏരിയ, തേർഡ് ലാംഗ്വേജ് ഏരിയ, ഫോർത്ത് മാത്തമാറ്റിക്കൽ ഏരിയ, ദെൻ ഫിഫ്ത്ത് കൾച്ചറൽ ഏരിയ. പ്രാക്ടിക്കൽ ഏരിയ EOPL എന്നും കൂടെ പറയും. അതിൽ വരുന്നത് ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസാണ്. ഒരു കുട്ടി ഉറക്കമുണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ വീട്ടിലും സ്കൂളിലും ആ കുട്ടിയുടെ എൻവയോൺമെൻറ്റിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളതിൽ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. സെൻസോറിയൽ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെൻസ് ഡെവലപ്പ് ചെയ്യാണ്. സെൻസോറിയൽ ഏരിയയിൽ 5 സെൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. കൂടാതെ ലാംഗ്വേജ് ഏരിയയിലേക്ക് എത്തുമ്പോൾ കുട്ടി പഠനത്തിലേക്ക് റീഡിങ്, റൈറ്റിംഗ്. അപ്പം നമുക്കറിയാം 4 ആസ്പെക്ട്സ് ഉണ്ട്. 4 ലെവൽസ് ഫസ്റ്റ് പറയാം. 4 ലെവൽസ് ആണ് ഫസ്റ്റ് ലാംഗ്വേജ് മെറ്റീരിയൽസ്. 4 ലെവൽസ് ലാംഗ്വേജ് മെറ്റീരിയൽസ് എന്താണ്? ഫസ്റ്റ് ഓഡിറ്ററി ലെവലാണ് കേൾവി, ദെൻ അത് മെക്കാനിക്കൽ ലെവലിലേക്ക് എഴുത്തിലേക്ക് പോവുകയാണ്. അത് കൺവേർട്ട് ചെയ്ത് പിന്നെ വേർഡ് ലെവലാണ്. വേർഡ് പിന്നെ സെൻറ്റൻസിലേക്ക് പോവുകയാണ്. അവിടെ കുട്ടി പെർഫെക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പഠിക്കുകയാണ്. ദെൻ 4 ആസ്പെക്ട്സ് LSRW: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. 4 ആസ്പെക്ട്സ്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മുടെ ലാംഗ്വേജ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറൽസ് 1 to 10 വരെ പഠിപ്പിക്കുക. സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്മൾ ഡെസിമൽ സിസ്റ്റം പരിചയപ്പെടുത്താണ്. അതിൽ 1, 10, 100, 1000 ഇത് മാത്രമാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പിൽ ലീനിയർ കൗണ്ടിങ്, അണ്ടർസ്റ്റാൻഡിങ് 11 to 99. ഫസ്റ്റ് 11 to 19 പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം 11 to 99 100 വരെ എണ്ണാൻ പഠിപ്പിക്കുകയാണ്. ദെൻ ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ. ഈ 4 ആക്ടിവിറ്റിയും നമ്മൾ മെക്കാനിക്കൽ ലെവലിൽ, അതായത് കോൺക്രീറ്റ് ലെവലിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് പഠിപ്പിക്കുകയാണ്. ദെൻ 5th ഗ്രൂപ്പിൽ വരുന്നത് കമ്പോസിഷൻ ആൻഡ് ഡീകമ്പോസിഷൻ, റൈറ്റിങ്ങിലേക്ക് പോവുകയാണ് കുട്ടി.
അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എഴുത്തിലൂടെ കുട്ടി പഠിക്കുകയാണ്. ബോർഡ് എക്സസൈസ് 5th ലെവൽ, ബോർഡ് എക്സസൈസ് ബോർഡ് വെച്ചിട്ട് പഠിക്കുന്ന ആക്ടിവിറ്റീസ്. ദെൻ ഇൻഡിവിജ്വൽ സംസ് പക്ക അബ്സ്ട്രാക്റ്റ് മെറ്റീരിയലാണ്. ഇങ്ങനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കൾച്ചറൽ ഏരിയയിൽ നമ്മൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഒരു LKG കുട്ടി വളരെ സിമ്പിളായിട്ട് പഠിക്കും. സുവോളജി, ബോട്ടണി, ജോഗ്രഫി, ഹിസ്റ്ററി, ഈ 4 ഏരിയയും ടച്ച് ചെയ്ത് പോകും. മോണ്ടസറി മെത്തേഡിൻ്റെ മൂലക്കല്ല് എന്ന് തന്നെ പറയാവുന്ന ഏരിയയാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. അതിൽ ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 4 കാറ്റഗറീസ് ഓഫ് മോണ്ടസറി മെറ്റീരിയൽസിൽ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് മോട്ടോർ സ്കിൽസ്, കെയർ ഓഫ് എൻവയോൺമെൻറ്റ്, കെയർ ഓഫ് സെൽഫ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേജ് നമ്പർ 14 ഏറ്റവും താഴെ കാണുന്ന സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്ടസി, പേജ് നമ്പർ 14 കേട്ടോ. അതിൻ്റെ സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്ടസിയാണ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നത്, 4ാമത്തെ ഭാഗം. ഈ 4 ഏരിയ നന്നായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡെമോൺസ്ട്രേഷൻ ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ആണ്. അവിടെ ഡെവലപ്മെൻറ്റ് ഓഫ് മോട്ടോർ സ്കിൽസ്. ഡെവലപ്മെൻറ്റ് ഓഫ് മോട്ടോർ സ്കിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർ മസിൽ ഡെവലപ്മെൻറ്റ്, റിസ്റ്റ് മസിൽ ഡെവലപ്മെൻറ്റ്, ഐ ഹാൻഡ് കോർഡിനേഷൻ, കോൺസെൻട്രേഷൻ, ഓർഡർ, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. റോളിംഗ് ആൻഡ് അൺറോളിംഗ് മാറ്റ്, സ്പൂണിങ്, ഡ്രൈ പോറിങ്, വെറ്റ് പോറിങ്, ട്രാൻസ്ഫറിങ് ആൻഡ് പെഗ്ഗിങ്, ഇത്രയും ആക്ടിവിറ്റീസ് അത് ഡെവലപ്മെൻറ്റ് ഓഫ് മോട്ടോർ സ്കിൽസ് എന്നുള്ള ഏരിയയിൽ വരുന്ന ആക്ടിവിറ്റീസാണ്. ദെൻ കെയർ ഓഫ് എൻവയോൺമെൻറ്റ്, കുട്ടിയുടെ പരിസരം, അതായത് കുട്ടി എവിടെയാണോ ആ സമയത്തുള്ളത്, ഇപ്പോൾ ക്ലാസ് റൂം ആണെങ്കിൽ അവിടെ, വീടാണെങ്കിൽ വീട്, അവിടെ ആ കുട്ടിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അവിടെ ഫസ്റ്റ് വരുന്നത് എന്താണ്? സ്വീപ്പിങ് അല്ലേ? സ്വീപ്പിങ് എന്താണ്? നമ്മൾ നിൽക്കുന്ന സ്ഥലം ക്ലീൻ അല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുക. ദെൻ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്, അതിൽ ബോട്ടിൽസ്, സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് ബോട്ടിൽസ്, ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ബോക്സസ് ആണ് 2ാമത്തെ വരുന്നത് കേട്ടോ. ദെൻ നട്ട്സ് ആൻഡ് ബോൾട്ട്, ഒരു നട്ടും ബോൾട്ടും നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുന്നത്. ദെൻ ലോക്സ് ആൻഡ് കീസ്, ത്രെഡിങ് ആൻഡ് ബീഡിങ്, ഇതാണ് നട്ട് ആൻഡ് ബോൾട്ട്. ദെൻ കെയർ ഓഫ് എൻവയോൺമെൻറ്റിൽ ത്രെഡിങ് ആൻഡ് ബീഡിങ്. ത്രെഡിങ് ആൻഡ് ബീഡിങ് എന്താണ്? മുത്ത് കോർക്കുക, ക്രോസ് സ്റ്റിച്ച്, സൂചിയും നൂലും വെച്ചിട്ട് തുന്നുക. ദെൻ ലേസിങ്, കോർക്കുക, ഒരു പിക്ചറൊക്കെ കോർത്ത് കെട്ടുക. പോളിഷിങ്, മിറർ പോളിഷ് ചെയ്യുക. ക്യാരറ്റ് കട്ട് ചെയ്യുക, പേപ്പേഴ്സ് കട്ട് ചെയ്യുക, കൈകൊണ്ട്, കത്രി കൊണ്ടല്ല. സ്നോ ഫ്ലാക്സ്, ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ റൂമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങൾ കട്ട് ചെയ്യില്ല, അതിനാണ് സ്നോ ഫ്ലാക്സ് പറയുന്നത്. ദെൻ വാഷിംഗ് ഓഫ് ടേബിൾ ക്ലീൻ ചെയ്യുക. ടീറിങ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് പേപ്പർ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആണ്. ഇപ്പോൾ ഈ പേപ്പർ, ഈ ചട്ടയൊക്കെ ഡിഫറെൻറ്റ് ഗ്രേഡ് അല്ലേ, അത് ടീർ ചെയ്യുക, കീറുക. പിന്നെ A4 സൈസ് പേപ്പർ. ദെൻ ടീറിങ് വേരിയേഷൻ. ദെൻ കെയർ ഓഫ് സെൽഫ്, സ്വന്തം, അതായത് കുട്ടിയുടെ സ്വന്തം കാര്യങ്ങൾ. അവിടെ ഡ്രസ്സിങ് ഫോംസ് ആണ്. ഡ്രസ്സിങ് ഫോംസിൽ ഓരോ ഫ്രെയിമുകളാണ്. സിപ്പ് ഫ്രെയിം, പ്രസ്റ്റഡ്, ലാർജ് ബട്ടൺസ്, സ്മോൾ ബട്ടൺസ്, വെൽക്രോ. വെൽക്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് എന്നുള്ളത്. ഇപ്പോൾ പർദ്ദയിലൊക്കെ ഉണ്ടാവില്ല, ഒട്ടിച്ച് എടുക്കുന്നത്, അതാണ് വെൽക്രോ. മുടി മുടയ, വീവിങ്, നമ്മളൊരു മാറ്റ് പോലെ ചെയ്യുക പേപ്പർ കൊണ്ട്. ദെൻ സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്ടസി. ഒരു കുട്ടിയെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടും. സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അയൽവാസികൾ, നമ്മളെ വീട്ടിലേക്ക് വരുന്നവർ, നമ്മളൊരു ഫംഗ്ഷന് പോകുന്നുണ്ട് അല്ലേ, കുട്ടികളെ കൊണ്ട് നമ്മൾ ഫംഗ്ഷന് പോകുന്നില്ലേ, അവിടെ കുട്ടി വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നല്ല ഗുഡ് മാനേഴ്സോട് കൂടിയിട്ട് പെരുമാറാൻ. ക്യാരിയിങ്, നമ്മളൊരു ചെയർ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോണ്ടസറി സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വന്നാൽ ആ മോണ്ടസറി സ്കൂളിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നത് ആ മോണ്ടസറിയെ കുറിച്ച് അറിയുന്ന ഒരു ഹെഡായിരിക്കും. നമ്മൾ നോക്ക് ചെയ്തു, കയറി വന്നിട്ട് ചെയർ എപ്പോഴും ഇങ്ങനെ ഇടുള്ളൂ. അവിടെ ആ ചെയർ നമ്മളോട് പറയും ടേക്ക് യുവർ സീറ്റ്.
ഇപ്പോൾ കയ്യിൽ ഫയലുണ്ടെങ്കിൽ ആ ഫയൽ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ടേബിളിന് അതുവരെ നീക്കിയതിന് ശേഷം ഈ ലെവലിൽ എടുത്തിട്ട് വേണം പുറകിലേക്ക് വെക്കാൻ. പിടിക്കുമ്പോൾ എപ്പോഴും ഈ ചെസ്റ്റിൻ്റെ ഹൈറ്റിൽ ആയിരിക്കണം മാറ്റി വെക്കേണ്ടത്. കാരണം കുഞ്ഞു മക്കൾ എടുക്കുന്ന സമയത്ത് താഴെ വേറെ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ തലയിൽ ടച്ച് ചെയ്യാണ്ടിരിക്കാനുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇരിക്കാം. ക്യാരിങ് ചെയർ, ദെൻ ക്യാരിങ് ടേബിൾ ആണെങ്കിൽ ഈ ലെവലിൽ നമ്മൾ നേരത്തെ മാറ്റ് പിടിച്ചില്ലേ, ക്യാരിങ് ടേബിൾ. ദെൻ ട്രേ വിത്തൗട്ട് ഒബ്ജക്റ്റ്. ട്രേ വിത്തൗട്ട് ഒബ്ജക്റ്റ്. ട്രേയിൽ ഒബ്ജക്റ്റ് ഇല്ല. ഒബ്ജക്റ്റ് ഇല്ലാതെ കുട്ടിയെ കൊണ്ട് പിടിച്ച് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്കെല്ലാം ബ്രേക്കബിൾ ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസ് സ്പൂൺ, നമുക്ക് ബൗൾസും ജഗ്ഗും എല്ലാം പൊട്ടുന്നതാണ്. അപ്പോൾ അത് അവർ താഴെ വീഴ്ത്തരുത്. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലും കുട്ടികൾ എടുക്കേണ്ടത് ട്രേയിലാണ്. അപ്പോൾ ഈ ട്രേ പെർഫെക്റ്റ് ആയിട്ട് പിടിപ്പിച്ച് ശീലിപ്പിക്കുക. ദെൻ ട്രേ, ഇതെല്ലാം ഫസ്റ്റ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. റോളിങ് ആൻഡ് അൺറോളിങ് ഓഫ് എ മാറ്റിൽ. ദെൻ സ്പൂണിങ് എക്സസൈസ്. രണ്ട് ജഗ് ഒരേപോലെയാണ്. ഒരേപോലുള്ള രണ്ട് ജഗ്. ജഗ് പിടിക്കേണ്ടത് നമ്മളിങ്ങനെ വെക്കുക ജഗ്. ദെൻ പിടിക്കേണ്ട രീതി 4 വിരലിങ്ങനെ വെച്ചിട്ട് ഈ തമ്പില്ലേ ഇതിവിടെ വെക്കണം. ഇതിവിടെ വെക്കാതിരുന്നാൽ ഇപ്പം നമ്മളിത് ഇവിടെ വെക്കാണ്ട് നമ്മൾ 5 വിരൽ കൊണ്ട് ഇത് പിടിക്കാൻ, പക്ഷെ ഒഴിക്കുന്ന സമയത്ത് എന്തായിരിക്കും, സ്ലിപ്പാവും. പക്ഷെ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇളകുമോ? ഒരു കാരണവശാലും നമുക്കത് സ്ലിപ്പാവില്ല. ജഗ് ടു ജഗ് ഇതിൽ നിന്ന് മറ്റൊരു ജഗ്ഗിലേക്ക് ഈക്വലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. 2 ഈക്വലാണ്. 2 തമ്പ് ഇവിടെ സപ്പോർട്ട് കൊടുക്കുക. ഈ ലെവലിൽ വെക്കണം. കാണുന്നുണ്ടോ? ദെൻ ഈക്വൽ ആകുമ്പോൾ എം ടി ആണ്. ദെൻ ടു അൺഈക്വൽ ആണെങ്കിൽ ഇവിടെ ഞാൻ 2 അൺഈക്വൽ ആയിട്ടുള്ള 2 പാത്രമാണ് വെച്ചത്. എക്സസ് വരും, ബാലൻസ് വെള്ളമുണ്ട്. ത്രീ അൺഈക്വൽ ആണെങ്കിലോ ഇതുപോലെ തന്നെ 3 എണ്ണത്തിലേക്കും ഈക്വൽ ആയിട്ട് നമ്മൾ ഒഴിക്കുക. ദെൻ അതിൽ എക്സസ് വരുന്നില്ല. ഈ ഒരു നാപ്കിൻ എന്തിനാണ് നമ്മളിവിടെ വയ്ക്കുന്നത്? അഥവാ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് നമ്മൾ പതിയെ ഒപ്പിയെടുക്കണം. ഈ ബോട്ടിലിന് ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈൻ നമുക്ക് കൊടുക്കാം. ഇൻഡിക്കേറ്റർ ലൈൻ ആയിട്ട് ഇത് കൊടുക്കാം. ദെൻ വെള്ളം എക്സസ് ആണ്. ദെൻ ഇത്രേ വെള്ളം ഒഴിക്കാവുന്നു. കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ അത് അത്രേ ഒഴിക്കാൻ പാടും. ദെൻ പുട്ട് ബാക്ക് ചെയ്യുമ്പോൾ ബോട്ടിൽ വിത്ത് ഇൻഡിക്കേറ്റർ ലൈൻ യൂസിങ് എ ഫണൽ.
ഈ ബോട്ടിലേക്ക് കുട്ടി വെള്ളമൊഴിക്കാനും വളരെ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പോകരുത്, ചിലപ്പോൾ താഴെ വീണിട്ടുണ്ടാവും, ചിലപ്പോൾ ബോട്ടിൽ മറിഞ്ഞു പോയിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷേ കുട്ടിക്ക് ഒന്നുകൂടി ഈസി മെത്തേഡ് കൊടുക്കുകയാണ് ഫണൽ വെച്ചിട്ട്. ആ ഫണൽ വെച്ചിട്ട് വളരെ സ്മൂത്തായിട്ട് കുട്ടിക്ക് ഒഴിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് കുട്ടി അതിലേക്ക് ഒഴിക്കും.